ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കറി സാമ്പാറാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചായയുണ്ട്. അപ്പോൾ ഞാനും അബിക്കുട്ടനും സൈഷേട്ടനും ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തെ ഒരു 5 സ്റ്റാർ ചോക്ലേറ്റ് കഴിച്ചു. അപ്പം നമുക്കിന്നൊരു യാത്രയുണ്ട്. ഞാനും സൈഷേട്ടനും അബിക്കുട്ടനോട് ഒരു യാത്ര പോവുകയാണ്. സൈഷേട്ടൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ വീടിൻ്റെ പാലുകാച്ചാണ്. അപ്പോൾ വമ്പൻ വീടായിരുന്നു. അപ്പോൾ ഈ വീടിന് ഫുള്ളും വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. എന്നിരുന്നാലും സൂപ്പർ വീടായിരുന്നു. നല്ല ലൈറ്റ് സെറ്റിങ്ങും ഫുൾ അടിപൊളി വീടായിരുന്നു. നമുക്ക് കറങ്ങി നടന്ന് കാണാനായിട്ട് ഒരു കൊട്ടാരം പോലെ ഇരുന്നു. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ അവിടെ നിന്നായിരുന്നു കഴിച്ചിരുന്നത്. 2 പന്തലായിട്ട് വലിയ രീതിയിലാണ് പന്തലിട്ട്. ആ സ്ഥലത്തുള്ള നിറയെ ആൾക്കാരുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അപ്പം അടിപൊളി ഊണായിരുന്നു. ഒരു 9 കൂട്ടം കറികൾ വെച്ചിട്ട് 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. റവ പായസവും കടലപ്പായസം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള നല്ല ഫുഡായിരുന്നു. അപ്പോൾ റവ പായസം ഞാൻ ഫസ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ പോപ്കോണൊക്കെ കൊടുത്തിരുന്നു അവിടെ. അപ്പം ഞാൻ അബിക്കുട്ടന് ഓരോ പോപ്കോൺ മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വേഗം വീട്ടിൽ വന്നിരുന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ഞങ്ങൾ 3 പേരും കുളിച്ചിട്ട് ചായ കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്ക് കഴിക്കാൻ ചിപ്സും ഇങ്ങനെ ഒരു മുറുക്ക് പോലത്തെ ഒരു ഐറ്റമാണ്. അപ്പോൾ പാലേച്ചി വീട്ടിൻ്റെ മാർബിളിൻ്റെ പണികളിൽ ടേലിൻ്റെ പണികളൊക്കെ സൈഷേട്ടനായിരുന്നു കേട്ടോ വർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഷേട്ടൻ രാത്രിയായപ്പോൾ പാർട്ടി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ സൈഷേട്ടൻ അങ്ങ് പാർട്ടിക്ക് പോയി. ആ പാലേച്ചി വീട്ടിൽ തന്നെ രാത്രി പോയി അവിടെ നിന്നായിരുന്നു ഫുഡൊക്കെ. അപ്പം ഞാനും അബിക്കുട്ടനും മാത്രമേ രാത്രി ഫുഡ് കഴിക്കാം. അപ്പം ഞങ്ങൾ രാവിലത്തെ ഇഡ്ഡലിയിൽ സാമ്പാറും മാങ്ങ അച്ചാറും മീനും കൂട്ടി ഞാനും അബിക്കുട്ടനോട് രാത്രി ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഇടന്ന് ഉറങ്ങി. അപ്പോൾ സൈഷേട്ടൻ വന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. 2 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.